യുടെ ഉമ്മത്തിൽ നിന്ന് ഒരു മുസ്ലിം രാത്രി എഴുന്നേൽക്കുമ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉപയോഗിച്ചൊരു വേർഡ്, ഈ വേർഡാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടത്. എന്താണ്? തൻ്റെ നഫ്സിനോട് സമരം ചെയ്തുകൊണ്ട്, യുആലിജു നഫ്സഹു, തൻ്റെ നഫ്സിനോട് ഫൈറ്റ് ചെയ്തിട്ട് വേണം എഴുന്നേൽക്കാൻ. കാരണം ഉറങ്ങിക്കോ അലൈക ലൈലുൻ തവീൽ, ഇനിയും സമയമുണ്ട്, 5 മിനിറ്റ് കൂടി ഉണ്ട് ഇഖാമത്തിന്, കുറച്ചുകൂടി കിടന്നോ എന്നിങ്ങനെ പറയും. പക്ഷേ നിന്റെ മനസ്സിനോട് ഫൈറ്റ് ചെയ്ത് എഴുന്നേൽക്കുക. അങ്ങനെ എഴുന്നേറ്റിട്ട് എങ്ങോട്ടാണ് എഴുന്നേൽക്കുന്നത്? ഇല തഹൂരി, വുളു എടുക്കാൻ എഴുന്നേൽക്കുകയാണ്. കാരണം നമസ്കരിക്കണം എനിക്ക്. വഅലൈഹി ഉഖദുൻ, ഒരുപാട് കെട്ടുകൾ അയാളുടെ മേലുണ്ട്. കൈകൾ കഴുകുമ്പോൾ ഒരു കെട്ട് കഴിഞ്ഞു പോകുന്നു. ഫഇദാ വദ്ദഅ വജ്ഹഹു ഇൻഹല്ലത ഉഖദ, മുഖം കഴുകുമ്പോൾ മറ്റൊരു കെട്ട് അഴിഞ്ഞു പോകുന്നു. വഇദാ മസഹ റഅസഹു ഇൻഹല്ലത ഉഖദ, തല തടവുമ്പോൾ മറ്റൊരു കെട്ട് അഴിഞ്ഞു പോകുന്നു. വഇദാ വദ്ദഅ റിജ്ലൈഹി ഇൻഹല്ലത ഉഖദ, കാല് രണ്ടും കഴുകുമ്പോൾ ഒരു കെട്ട് അഴിഞ്ഞു പോകുന്നു. ഫയഖൂലുല്ലാഹു ജല്ല വഅല ലില്ലദീ വറാഅൽ ഹിജാബ്. ശരിക്കും ശ്രദ്ധിക്കൂ, ഇതും മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ എഴുന്നേൽക്കാൻ തോന്നും. ഹിജാബിന്റെ അപ്പുറത്തുള്ള മലക്കുകളോട് അള്ളാഹു പറയുന്നതാണ്, ഹിജാബുഹു അന്നൂർ, അള്ളാഹുവിൻ്റെ ഒരു ഹിജാബുണ്ട്. ആ ഹിജാബിൻ്റെ അപ്പുറത്താണ് മലക്കുകളുള്ളത്. ഹിജാബിൻ്റെ അപ്പുറത്താണ് മലക്കുകളുള്ളത്. ആ ഹിജാബിൻ്റെ അപ്പുറത്തുള്ള മലക്കുകളോട് ഈ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഉൻളുറു ഇലാ അബ്ദി ഹാദാ, എൻ്റെ ഈ അടിമയെ ഒന്ന് നോക്കൂ നിങ്ങൾ. ഉൻളുറു ഇലാ അബ്ദി ഹാദാ യുആലിജു നഫ്സഹു ലിയസ്അലനി, എന്നോട് ചോദിക്കാൻ വേണ്ടി, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, എന്നെ ഓർക്കാൻ വേണ്ടി, എന്നോട് ദുആ ചെയ്യാൻ വേണ്ടി സ്വന്തം നഫ്സിനോട് ഫൈറ്റ് ചെയ്ത് എണീറ്റ ഈ മനുഷ്യനെ നോക്കൂ എന്ന് മലക്കുകളോട് അള്ളാഹു പറയും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഓഫറാണ്. എന്താണ്? മാ സഅലനി അബ്ദി ഹാദാ ഫഹുവ ലഹ്, ഈ അടിമ ഇപ്പൊ എന്നോട് എന്ത് ചോദിച്ചാലും ഇൻഷാ അല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഞാൻ കൊടുക്കും. മാ സഅലനി അബ്ദി ഹാദാ ഫഹുവ ലഹു, എൻ്റെ അടിമ ഇപ്പോൾ എന്ത് ചോദിച്ചാലും അത് അയാൾക്കുള്ളതാണ്. മാ സഅലനി അബ്ദി ഹാദാ ഫഹുവ ലഹു, അല്ലാഹു അത് റിപ്പീറ്റ് ചെയ്യണം, ഈ അടിമ എന്ത് ചോദിച്ചാലും അത് ആ അടിമക്കുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് സങ്കടങ്ങളും ബേജാറും ഉത്കണ്ഠകളും ഒക്കെയായി ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ മനുഷ്യന്മാരോട് പറയുന്നതിൻ്റെ 100ൽ 1 റബ്ബിനോട് പറയാൻ തയ്യാറാകുന്നില്ല. നമ്മുടെ സങ്കടങ്ങൾ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് ഒന്ന് പടച്ച റബ്ബിനോട് പറഞ്ഞു നോക്കൂ, അള്ളാഹു മാറ്റിത്തരും. നമ്മുടെ സങ്കടങ്ങൾ അള്ളാഹു തീർത്തു തരും. 1ാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആരുണ്ട് ചോദിക്കാനെന്ന് കാരുണ്യവാനായ റബ്ബ് ചോദിക്കുമ്പോൾ, ആ സമയത്ത് എഴുന്നേറ്റ് ചോദിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതൊരു വലിയ ദൗർഭാഗ്യമല്ലേ?